അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഇഹപര വിജയത്തിനുതകുന്ന ധാരാളം പ്രാർത്ഥനകളും മറ്റു വിഷയങ്ങളും വ്യക്തമായും കൃത്യമായും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹാബത്തിന് റളിയല്ലാഹു അൻഹും മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിളിച്ചുകൊണ്ട് രാവിലെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, വൈകുന്നേരത്തെ പ്രാർത്ഥന എന്തായിരിക്കണം, ഇതൊക്കെ വ്യക്തമായും അവരെ പഠിപ്പിച്ചു കൊടുത്തതായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി അതുവഴി നമ്മുടെ ഇഹപര വിജയത്തിന് അത് നിദാനമാകാൻ കാരണമായി തീരാൻ വേണ്ടി മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരമൊരു പ്രാർത്ഥനയാണ് മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ വന്നിട്ടുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു അസ്ഹാബഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് അനുചരന്മാരെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. യഖൂലു, അവിടുന്ന് പറഞ്ഞു, ഇദാ അസ്ബഹ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും നേരം പുലർന്നാൽ, പ്രഭാതമായാൽ, അഥവാ മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞതായി കാണാൻ കഴിയും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ആ സമയം ധാരാളം പ്രാർത്ഥനകളിലായി, ഖുർആൻ പാരായണത്തിലായി, ദിക്റിലായി, ഔറാദിലായി നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ അങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. അതിന് വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഈ പ്രാർത്ഥന നടത്തേണ്ടത്. ഏതാണ് പ്രാർത്ഥന? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ അസ്ബഹ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും നേരം പുലർന്നാൽ, ഫല്യഖുൽ, പറയട്ടെ, അല്ലാഹുമ്മ ബിക അസ്ബഹിന വബിക അംസൈന വബിക നഹിയ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്നെ സ്മരിച്ചുകൊണ്ട്, നിന്നെ ഓർത്തുകൊണ്ട്, നിനക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ഞങ്ങളിതാ നേരം പുലർന്നിരിക്കുന്നു. അതുപോലെ തന്നെ നിന്നെ സ്മരിച്ചുകൊണ്ട്, നിന്നെ ഓർത്തുകൊണ്ട് ഞങ്ങളിതാ വൈകുന്നേരമായിരിക്കുന്നു. നിന്നെ സ്മരിച്ചുകൊണ്ട്, നിന്നെ ഓർത്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതവും മരണവുമൊക്കെ ഞങ്ങളെ മടക്കപ്പെടുന്നത് നിന്നിലേക്കാണ് എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന രാവിലെ അവൻ നടത്തണം. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞാലോ, അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹന വബിക നഹിയ വബിക നമൂതു വഇലൈക്കൻ നുശൂർ. അല്ലാഹുവേ, നിന്നെ സ്മരിച്ചുകൊണ്ട്, നിന്നെ ഓർമ്മയിലായി, നിന്നെ സ്മരണയിലായി ഞങ്ങളിതാ വൈകുന്നേരമായിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതവും മരണവും എല്ലാം നിന്നെ സ്മരിച്ചുകൊണ്ടാണ്, നിന്നെ ഓർത്തുകൊണ്ടാണ്, നിൻ്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്നിലേക്ക് തന്നെയാണല്ലോ ഞങ്ങളെ മടക്കപ്പെടുക എന്ന ആശയം വരുന്ന, എന്ന അർത്ഥം വരുന്ന ഈ പ്രാർത്ഥന നടത്തുക എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധ്യമാകണം. കാരുണ്യവാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.